രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യത്തെക്കുറിച്ച് തരൂർ എഴുതിയ ഏറ്റവും പുതിയ ലേഖനമാണ് കോൺഗ്രസിനുള്ളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ലേഖനം നെഹ്റു ഗാന്ധി കുടുംബത്തെ പരോക്ഷമായി വിമർശിക്കുന്നതാണെന്ന സംശയം ഉയർന്നതോടെ വിഷയം കൈകാര്യം ചെയ്യാനാവാതെ ദേശീയ നേതൃത്വം ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു പ്രതികരണം നൽകാൻ തയ്യാറായിട്ടില്ല. കോൺഗ്രസിന് ഇത്രയും നല്ലൊരു അന്തരീക്ഷമൊക്കെ ഉണ്ടാകുമ്പോൾ ശശി തരൂരിന്റെ പല ലേഖനങ്ങളും പ്രതിസന്ധിയിലാകുന്നുണ്ടോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് കുടുംബവാഴ്ചയ്ക്കെതിരായിട്ടുള്ള തരൂരിന്റെ പുതിയ ലേഖനത്തെക്കുറിച്ച് വ്യക്തമാക്കേണ്ടത് അദ്ദേഹം തന്നെയാണ് എന്ന് പറഞ്ഞാണ് കെ.സി. വേണുഗോപാൽ ചോദ്യത്തിൽ നിന്ന് വിദഗ്ധമായി ഒഴിഞ്ഞുമാറിയത്. ബീഹാറിന്റെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചുമാണ് ഈ അവസരത്തിൽ സംസാരിക്കേണ്ടതെന്നും ഈ സമയത്ത് അത്തരം കാര്യങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ താൻ താല്പര്യപ്പെടുന്നില്ലെന്നുമാണ് കെ.സി. വേണുഗോപാൽ കൂട്ടിച്ചേർത്തത്. ഇതേസമയം മുതിർന്ന MP ആയ കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രതികരണവും കോൺഗ്രസിൽ തരൂരിന്റെ ഭാവി എന്താകുമെന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യത്തെക്കുറിച്ചുള്ള തരൂരിന്റെ ലേഖനം ആരെ ഉദ്ദേശിച്ചുള്ളതാണ് എന്ന ചോദ്യത്തിന് മറുപടി പറയവേ കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞത് ഇങ്ങനെയാണ്: രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യത്തെക്കുറിച്ച് തരൂർ എന്താണ് പറഞ്ഞതെന്നുള്ളത് വ്യക്തതയില്ല. ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്നതിനെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ വ്യക്തമല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറയാൻ പറ്റില്ല. ശരിയായി മനസ്സിലാക്കിയിട്ട് അഭിപ്രായം പറയാം എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത്. തരൂർ ലേഖനത്തിലൂടെ ലക്ഷ്യമിട്ടത് ഗാന്ധി നെഹ്റു കുടുംബത്തെയാണെന്ന സംശയം കോൺഗ്രസ് വൃത്തങ്ങളിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. കെ.സി. വേണുഗോപാലിന്റെയും കൊടിക്കുന്നിൽ സുരേഷിന്റെയും ഈ പ്രതികരണങ്ങൾ ശശി തരൂരിനെ കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായും ഒറ്റപ്പെടുത്തി എന്നതിന്റെ സൂചനയാണ്. തുടർച്ചയായ കോൺഗ്രസ് വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന തരൂരിന്റെ ഈ നീക്കങ്ങൾ BJP പ്രവേശനത്തിനുള്ള തന്ത്രമാണോ എന്ന സംശയം വീണ്ടും സജീവമാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയുള്ള തരൂരിന്റെ മുൻ പ്രസ്താവനകൾ ഈ സംശയത്തിന് പ്രധാന കാരണമാണ്. മോദിയെ അനുകൂലിച്ചും കോൺഗ്രസിലെ കുടുംബവാഴ്ചയെ എതിർത്തും മുൻപും തരൂർ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്തെ ക്രൂരത വിവരിച്ചും വിമർശിച്ചും തരൂർ എഴുതിയ ലേഖനം കോൺഗ്രസിനെ ഉലച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉൾപ്പെടെ മോദിയെയും കേന്ദ്ര സർക്കാരിനെയും പുകഴ്ത്തിയ തരൂരിന്റെ നിലപാട് കോൺഗ്രസിനുള്ളിൽ തന്നെ ആശയക്കുഴപ്പം സൃഷ്ടിച്ചതാണ്. ഓപ്പറേഷൻ സിന്ദൂർ വിദേശ രാജ്യങ്ങളോട് വിശദീകരിക്കാനുള്ള സംഘത്തിൽ തരൂരിനെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. മല്ലികാർജുൻ ഖാർഗെയെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ സ്വയം സ്ഥാനാർത്ഥിയായി കോൺഗ്രസിനെ ഞെട്ടിച്ചാണ് തരൂർ വിമതസ്വരം ഉയർത്തിയത്. എന്തായാലും ഈ ലേഖനം കൊണ്ട് തരൂരിനെ നേതാക്കൾ പോലും കൈയൊഴിയുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്.